പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ENASൻ്റെ +2 ഹോം സയൻസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള 16ാമത്തെ ചാപ്റ്ററാണ്. ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്, വീട്ടുപകരണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ 2 മാർക്കിൻ്റെയും 3 മാർക്ക് 4 മാർക്ക് 5 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. 1 മാർക്കിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കും. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസും കൂടിയാണ് നമ്മൾ നൽകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് എക്യുപ്മെന്റ്? എന്താണ് ഉപകരണം? ജോലി ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഏതൊരു വസ്തുവിനെയും ഉപകരണം എന്ന് പറയാം. ജോലി ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഏതൊരു വസ്തു ഉപകരണം എന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്? ഏതാ 2 ടൈപ്പ്? ഒന്ന് വൈദ്യുത ഉപകരണങ്ങൾ, 2 വൈദ്യുതി അല്ലാത്ത. വൈദ്യുത ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഫാന്, മിക്സി, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, TV, ഇതൊക്കെയാണ്. നോൺ ഇലക്ട്രിക്കൽ ആകുമ്പോൾ വൈദ്യുതി ഇല്ലാത്ത ഉപകരണങ്ങൾ വേറെ ഉണ്ട്. പുകയടപ്പുകൾ, അരക്കല്ല്, ആട്ടുകല്ല്, ഒലക്ക, ഇതൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി വേരിയസ് ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് ആൻ എക്യുപ്മെന്റ്. ഒരു ഉപകരണം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്ന്, ആവശ്യാനുസരണം ഉണ്ടായിരിക്കണം. 2, സമയം, പണം, ഊർജം എന്നിവയെ സംരക്ഷിക്കുന്ന തരത്തിലാകണം. 3, വൃത്തിയാക്കാൻ എളുപ്പമുള്ളതാകണം. 4, സുരക്ഷിതമാകണം. 5, ചെലവ് പരിഗണിക്കണം. 6, വിൽപ്പനാന്തര സേവനം ഉറപ്പുവരുത്തണം. അടുത്ത ചോദ്യമാണ്, വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ്? ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ഉൽപ്പന്നങ്ങൾ എന്താണ്? സുരക്ഷിതത്വം, ഈട്, നിർവ്വഹണം എന്നിവ ഒരു ഉൽപ്പന്നത്തിന് ഉറപ്പ് നൽകുന്ന മിനിമം നിലവാരമാണ്. അതിനാൽ ഇപ്പോൾ അത് നൽകുന്ന അടയാളമാണ് ISI മാർക്ക്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഡസ് ഗ്യാരണ്ടി മീൻ? എന്താണ് ഗ്യാരണ്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഉപകരണത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്തി ഉൽപാദകൻ ഉപഭോക്താവിന് നൽകുന്ന വാഗ്ദാനമാണ് ഗ്യാരണ്ടി. ഒരു നിശ്ചിത കാലയളവിൽ ഉപകരണം കേടായാൽ അത് മാറ്റി കമ്പനി നൽകുമെന്നുള്ളതാണ്. 6 മാസത്തെ ഗ്യാരണ്ടി, 1 വർഷത്തെ ഗ്യാരണ്ടി, 2 വർഷത്തെ, 5 അങ്ങനത്തെ ഗ്യാരണ്ടി നമ്മൾ പറയണം. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി സിമ്പിൾ കെയർ ആൻഡ് മെയിൻ്റെനൻസ് മെഷേഴ്സ് ഓഫ് എക്യുപ്മെന്റ് ടു അച്ചീവ് ട്രബിൾ ഫ്രീ ആൻഡ് ലോങ് സർവീസ് ആണ്. ദീർഘനാൾ യാതൊരു പ്രശ്നമില്ലാതെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കരുതേണ്ട ലളിതമായ രീതികൾ എന്തൊക്കെയാണ്? നനഞ്ഞ കൈകളാൽ വൈദ്യുത ഉപകരണങ്ങൾ തുടരുത്. ഏതെങ്കിലും ഒരു ഉപകരണത്തിന് ഷോക്കേറ്റിൽ അത് കേടുപാട് തീർക്കാതെ ഉപയോഗിക്കാൻ പാടില്ല. 3, അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ സിന്തറ്റിക് വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്. അടുത്ത, വീട്ടുപകരണങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം വൃത്തിയാക്കുക. അടുത്ത, ഉപയോഗശേഷം ഗ്യാസ് സിലിണ്ടർ ലീക്കാവാതെ ഓഫാക്കി വെക്കുക. അതേപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പാചകത്തിനായി ഉപയോഗിക്കുമ്പോൾ മെറ്റൽ സ്പൂൺ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുമ്പോൾ മെറ്റൽ കണ്ടെയ്നറുകൾ ഉപയോഗിക്കുന്നതാണ്. ലാസ്റ്റ് ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദി മെത്തേഡ് ടു കൺസർവ് ദി ഫ്യൂൽ, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ഇന്ധനം, വൈദ്യുതി, ജലം എന്നിവയെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്താണ്? ഇന്ധന സംരക്ഷണം എന്ന് പറഞ്ഞാൽ സ്റ്റൗവിൻ്റെ ബർണർ സ്ഥിരമായി വൃത്തിയാക്കണം. പാചകം ചെയ്യുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം റൂമിലെ സാധാരണ താപനിലയിലേക്ക് കൊണ്ടുവരണം. അരി, പരിപ്പ്, മറ്റു ധാന്യങ്ങൾ എന്നിവ പാചകം ചെയ്യുന്നതിന് മുമ്പ് കുതിരാൻ അനുവദിച്ചാൽ ഇന്ധനം ലാഭിക്കാം. തുറന്ന പാത്രത്തിന് പകരം പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഭക്ഷണം ഉപയോഗിക്കുക. പാത്രം അടച്ച് വേവിക്കുക. അതേപോലെ തന്നെ സോളാർ കുക്കർ ഉപയോഗിക്കുക. ഇനി എങ്ങനെയൊക്കെ വൈദ്യുതി സംരക്ഷണം നടത്താം? വൈദ്യുതി ലാഭിക്കാനായി ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റ്, ഫാൻ ഓഫാക്കുക. കൂടെ ഫ്രിഡ്ജ് തുറക്കാതിരിക്കുക. ഗാർഡൻ, ബാത്റൂം എന്നിവിടങ്ങളിൽ കുറഞ്ഞ വോൾട്ടേജിന്റെ ബൾബുകൾ സ്ഥാപിക്കുക. മിക്സി, വാഷിംഗ് മെഷീൻ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. LED ലാമ്പുകൾ ഉപയോഗിക്കുക.
ജലം എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പച്ചക്കറികൾ, പഴവർഗ്ഗം എന്നിവ വൃത്തിയായി ഉപയോഗിച്ച വെള്ളം പാഴാകാതെ പൂന്തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കുക. ടാപ്പിലെ വെള്ളത്തിലൂടെ പച്ചക്കറികളും മറ്റും വൃത്തിയാകാതെ ഒരു പാത്രത്തിൽ എടുത്ത് കഴുകുക. പൈപ്പ് ഉപയോഗിച്ച് വാഹനം കഴുകാതെ ബക്കറ്റിൽ വെള്ളമെടുത്ത് കപ്പ് ഉപയോഗിച്ച് കഴുകുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ SSLC +2 അഡ്മിഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ 6 മാസം കൊണ്ട്, 1 മാസം കൊണ്ട്, 3 മാസം കൊണ്ടൊക്കെ നമ്മൾ അഡ്മിഷൻ നൽകുന്നുണ്ട്. വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നൽകുന്നുണ്ട്. ശ്രീനാരായണ എഗ്രോ യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.